നീ എന്ത് ഇവിടെ? ചേച്ചി എന്നെ വിളിച്ചതാ. ചേച്ചിയോ? ശിവാനി ചേച്ചി. കടന്നു ഓടി പ്രാന്തി പെണ്ണെ. എടി, നീ ഇതുവരെ പോയില്ലേ? പാതിരാത്രിക്ക് വന്നിട്ട് ചേച്ചി വിളിക്കുന്നു ചേട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യനെ വെറുതെ ശല്യപ്പെടുത്തിക്കോളും. മേലാൽ ഇതിൽ കൂടെ ഏർപ്പാട് കൊണ്ട് വന്നാൽ അടിച്ചിട്ട് തൊലി പൊളിക്കും. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ അങ്ങോട്ട് നോക്കുവാ. എന്താ മോളെ ഈ സമയത്ത് നീ ഇവിടെ എന്തെടുക്കുക? ഈ കൊച്ചു എപ്പോഴും ഇങ്ങനെയാ സാറേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ല സാറെന്താ ഈ നേരത്ത്? അല്ല, എനിക്കൊരു തലവേദന പോലെ ഒരു കാപ്പി ഇട്ട് തരൂ. അതിനെന്താ, ഞാൻ ഇപ്പൊ ഇട്ടുതരാം. മോൾ അമ്മയെടുത്ത് പോയി കിടന്ന് ഉറങ്ങിക്കും. ഈ കിറുക്കി എങ്ങനെയാ? സാറ് വന്നാട്ടെ. ഇന്നലെ രാത്രി നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ചേച്ചിയുടെ അടുത്താ. മാധവി ചേച്ചിയോടാ? അല്ല. മായ ചേച്ചിയോടായിരിക്കും. അല്ല. പിന്നെ? ഇത് ശിവാനി ചേച്ചിയാ. ശിവാനി ചേച്ചിയോ? ആ ചേച്ചി ഇപ്പൊ എവിടെയാ? മുമ്പിൽ നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടെ ആരുമില്ലല്ലോ. അയ്യോ, ചേച്ചി നിങ്ങളെ തന്നെയാ നോക്കുന്നേ, കാണുന്നില്ലേ? അല്ല, ആ ചേച്ചി കാണാൻ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ തന്നെയാ. എന്താ സാറേ ഇത്രയും നേരമായിട്ട് ഉറങ്ങാതിരിക്കുന്നു? ഉറക്കം വന്നില്ല. താങ്ക്സ് ഫോർ ദ കോഫി. ഓ ആയിക്കോട്ടെ. നല്ല കാലം പിറക്കുന്നു, നല്ല കാലം പിറക്കുന്നു, ജഗദാംബിക പറയുന്നു നല്ല കാലം പിറക്കുന്നു. ഈ വീട്ടിലെ കന്യക പെണ്ണിന് മംഗല്യം നടക്കാൻ പോകുന്നു. ജഗദാംബിക പറയുന്നു അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പയ്യനെ വരനായി ലഭിക്കുവാൻ പോകുന്നു എന്ന്. ജഗദാംബിക പറയുന്നു ഈ വീട്ടിൽ നിന്ന് മംഗളകർമ്മം നടക്കാൻ പോകുന്നുവെന്ന്. ജഗദാംബിക പറയുന്നു ഈ വീട്ടിൽ ഐശ്വര്യം വരാൻ പോകുന്നുവെന്ന്. നല്ല കാലം പിറക്കാൻ പോകുന്നു, നല്ല കാലം പിറക്കാൻ പോകുന്നു. ജഗദാംബിക പറയുന്നത് കേൾക്കട്ടെ വീട്ടുകാരെ, ഇറങ്ങി വരും വീട്ടുകാരെ, ജഗദാംബിക പറയുന്നത് കേൾക്കാനായിട്ട്. ഹലോ, രവി, രവി, എന്താ പറയേ? എന്ത് പറ്റി? നിന്നെ എവിടെയൊക്കെ തിരക്കി? ഇറങ്ങി വാ. എന്താന്ന് പറ. നീ ആദ്യം താഴെ വാ, എന്നിട്ട് പറയാം. ഒന്ന് മാറി
നിക്ക്. നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഇത് കണ്ടോ മുരളി, എന്താ അന്യായമാണ് നടന്നതെന്ന്. ഈ അരമനയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ മടിക്കാത്തവരാ. ജോലിക്കാരെ പോലെയാണോ ഞാൻ അവരെ കണ്ടിരുന്നത്? എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ സ്നേഹിച്ചത്. വിടില്ല മോനെ, വിടില്ല. ഇവരെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല. എവിടെയോ കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. അമ്മാവ, ഇന്നലെ അരമനയിൽ ഭാവി പറയാൻ വന്നതാരാ? അരമനെ പോയത് ശങ്കരനല്ലേ? ശങ്കര, നിന്നെ തേടി അരമനെ നാളെ വന്നിട്ടുണ്ട്. അരമന? എന്തിനാ ഓടിയത്? സാർ, എനിക്കൊന്നും അറിയില്ല സാർ, എന്നെ വിട്ടരുത് സാർ. സത്യം പറ, അരമനയിൽ നീ എന്താ കണ്ടത്? എന്തിനാ പേടിച്ചോടിയത്? സാർ, ആ അരമനയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ താമസം മാറിയേക്ക് സാർ. എല്ലാവരുടെയും ജീവൻ ആപത്താ. എന്തൊക്കെയാ ആ പറയുന്നത്? അരമനയിൽ ഒരാളുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ട് സാർ. ജഗദാംബിക സത്യം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാർ. ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്നപ്പോ ഈ വീട്ടിലെ കന്യക പെണ്ണിന് കല്യാണം നടക്കാൻ പോകുന്നു. ജഗദാംബിക പറയുന്നു നല്ല കാലം പിറക്കാൻ പോകുന്നു, നല്ല കാലം പിറക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല കാലം അത് അവിടുത്തെ ഒരാളെ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാർ. അയാളെ ഇനി കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റും? അത് അറിയില്ല സാർ. എന്നാൽ അവിടുത്തെ ഒരു പെണ്ണിന് ഉറപ്പായിട്ടും ബാധ കൂട്ടിയിട്ടുണ്ട് സാർ. അത് സാധാരണ ബാധയാണെന്ന് തോന്നുന്നില്ല. വളരെ ഭീകര രൂപമായിരുന്നു. അതിന് വൈരാഗ്യം കെട്ടടങ്ങിയിട്ടില്ല. ഇത് വാങ്ങു സാർ. സാർ, ഇതൊരു മണ്ഡലകാല ശ്മശാനത്തിൽ വെച്ച് പ്രത്യേകം പൂജ ചെയ്ത മുട്ടയാണ് സാർ. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. ആരുടെ ശരീരത്തിലാണ് ബാധയുള്ളതെന്ന് ഈ മുട്ട കാണിച്ചു തരും സാർ. അല്ല, ഇത് സാർ, ഒന്നും ആലോചിക്കാനില്ല സാർ. അതിനെ ആരെയൊക്കെ കൊല്ലുമെന്ന് അറിയില്ല സാർ. ഇപ്പോഴേ 3 പേരെ കൊന്നു കഴിഞ്ഞു. വേഗം പുറപ്പെടും സാർ. വാങ്ങ് സാർ. ഈ ലോകത്തിൽ മനുഷ്യർക്ക് അതീതമായി ഒരുപാട് ശക്തികളുണ്ട്. വിശ്വസിക്കണം സാർ. ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പാചകക്കാരൻ ആരോടും പറയാതെ പോയെന്നാ കേട്ടത്. ഡ്രൈവർ എവിടെയെങ്കിലും കള്ളം കുടിച്ച് കിടക്കുകയാണെന്നാ കരുതിയത്. വേലക്കാരൻ ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കും. വീട്ടിലുള്ള എല്ലാവരോടും വരാൻ പറ. എല്ലാവരും ഒന്ന് ചോദ്യം ചെയ്യണം. ഞങ്ങളെ തന്നെ സംശയിക്കുകയാണ്. വക്കീലെത്തിയല്ലോ, അങ്ങോട്ട് ചോദിക്കും. ഇത് പോലീസിന്റെ ഒരു പ്രൊസീജിയറാണ്. നമ്മൾ കോപ്പറേറ്റ് ചെയ്തേ പറ്റും.